CPO WCPO പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരും ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഇത് 2025 നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് സിവിൽ പോലീസ് ഓഫീസറുടെ. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ്? BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല എന്നതാണ്. നമുക്കറിയാം BNS എന്താണ്? ഭാരതീയ ന്യായ സംഹിതയാണ് BNS എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ IPCക്ക് പകരം 2023 വന്ന നിയമമാണ് BNS, ഭാരതീയ ന്യായ സംഹിത. ആ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 14 ദിവസത്തിലാണ് അധികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടെ പറയാം. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? 14 ദിവസമാണ് അധികരിക്കാൻ പാടില്ലാത്തതാണ്. ഇനി നമുക്ക് BNSലെ ഏകാന്ത തടവിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിപ്പോവാം. BNS ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 11 ഏകാന്ത തടവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ BNSലെ സെക്ഷൻ 11 ഏകാന്ത തടവിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഏകാന്ത തടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ കഠിന തടവിനെ ശിക്ഷിക്കുവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ 3 മാസത്തിൽ കവിയാത്ത ഏകാന്ത തടവ് അനുഭവിക്കേണ്ടി വരും. അപ്പൊ എന്താണ്? ഒരു വ്യക്തിയെ കഠിന തടവിന് ശിക്ഷിക്കുവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ 3 മാസത്തിൽ കവിയാത്ത ഏകാന്ത തടവ് അനുഭവിക്കേണ്ടി വരും. ഏകാന്ത തടവ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ പേര് തന്നെ അറിയാലോ. എന്താണ്? ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ ഇടുന്നതാണ് ഏകാന്ത തടവ്. അപ്പം ആ ഏകാന്ത തടവുമായിട്ട് ഇപ്പൊ നാളത്തെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. BNS ആക്ടിലെ ഏത് സെക്ഷനാണ് ഏകാന്ത തടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? സെക്ഷൻ 11 കേട്ടോ. BNS ആക്ട് സെക്ഷൻ 11 ഏകാന്ത തടവ് കേട്ടോ. ഇനി ഏകാന്ത തടവിന് നമുക്കറിയാം ഓരോ കാറ്റഗറി ഉണ്ട്. ചിലപ്പം 6 മാസത്തെ കഠിന തടവിന് ശിക്ഷിക്കുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ 1 വർഷത്തെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഏകാന്ത തടവിൽ മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. തടവിന്റെ കാലാവധി 6 മാസം വരെയാണെങ്കിൽ 1 മാസത്തെ ഏകാന്ത തടവായിരിക്കും കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോണം. തടവിന്റെ കാലാവധി, അതായത് കഠിന തടവിന് 6 മാസത്തെ കഠിന തടവിന് ഒരു ശിക്ഷ വിധിക്കുവാന്ന് വെച്ചോ. ആ കഠിന തടവുന്ന 6 മാസവും കഠിന തടവായിരിക്കത്തില്ല. പക്ഷേ എങ്ങനെയായിരിക്കും? അതിൽ 1 മാസം ഏകാന്ത തടവായിരിക്കും. 6 മാസത്തെ കഠിന തടവിൽ 1 മാസം ഏകാന്ത തടവായിരിക്കും. അതാണ് പറയുന്നത്. തടവിന്റെ കാലാവധി 6 മാസം വരെയാണെങ്കിൽ 1 മാസം ഏകാന്ത തടവ്. തടവിന്റെ കാലാവധി 6 മാസം മുതൽ 1 വർഷം വരെയാണെങ്കിൽ 2 മാസത്തെ ഏകാന്ത തടവ്. പിന്നെ അതുപോലെ തന്നെ തടവിന്റെ കാലാവധി 1 വർഷത്തിൽ കൂടുതലാണെങ്കിൽ 3 മാസത്തെ ഏകാന്ത തടവ്. അപ്പൊ പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. തടവിന്റെ കാലാവധി 6 മാസം വരെയാണെങ്കിൽ 1 മാസത്തെ ഏകാന്ത തടവ്. തടവിന്റെ കാലാവധി 6 മാസം മുതൽ 1 വർഷം വരെയാണെങ്കിൽ 2 മാസത്തെ ഏകാന്ത തടവ്. തടവിന്റെ കാലാവധി 1 വർഷത്തിൽ കൂടുതലാണെങ്കിൽ എത്ര മാസത്തെ ആയിരിക്കും? 3 മാസത്തെ ഏകാന്ത തടവായിരിക്കും. ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചു തന്നെ പോയിന്റ് തന്നെയാണ്. ഏകാന്ത തടവിന്റെ കാലാവധി ഓരോ തവണയും പരമാവധി 14 ദിവസത്തിൽ കൂടാൻ പാടില്ല. അതായത് എന്താണോ? ഏകാന്ത തടവിന്റെ കാലാവധി ഓരോ തവണയും പരമാവധി 14 ദിവസത്തിൽ കൂടാൻ പാടില്ല. നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? 6 മാസം വരെയുള്ള ശിക്ഷയ്ക്ക് 1 മാസത്തെ ഏകാന്ത തടവിന് വിധിച്ചു കഴിഞ്ഞാൽ 1 മാസം ഫുൾ അയാളെ ഏകാന്ത തടവ് ഇടുവല്ല. അത് 14 ദിവസം, ചിലപ്പം ആദ്യത്തെ മാസം 14 ദിവസം ഇട്ട്, അല്ലെ 14 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം ചിലപ്പോൾ 14 ദിവസം, അങ്ങനെയാണ് ഇടുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ഇടുവല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഏകാന്ത തടവിന്റെ കാലാവധി ഓരോ തവണയും പരമാവധി 14 ദിവസത്തിൽ കൂടാൻ പാടില്ല. ക്ലിയർ ആണ്? ഇനി ഒരാൾക്ക് ശിക്ഷയ്ക്കായി ലഭിക്കപ്പെട്ടിട്ടുള്ള തടവ് 3 മാസത്തിൽ കവിയുമ്പോൾ ആ തടവിലുടനീളം ഏകാന്ത തടവ് കാലാവധി 1 മാസത്തിൽ 7 ദിവസത്തിൽ കൂടരുത് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ നമുക്കറിയാം ഓരോ തവണ ചെയ്യുമ്പോഴും 14 ദിവസത്തിൽ കൂടാൻ പാടില്ലെന്ന് നമ്മൾ അങ്ങനെയാണ് ഈ BNS ആക്ടിൽ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരാൾക്ക് ശിക്ഷയായി ലഭിക്കപ്പെട്ടിട്ടുള്ള തടവ് 3 മാസത്തിൽ കവിയുമ്പോൾ ആ തടവിലുടനീളം ഏകാന്ത തടവിന്റെ കാലാവധി 1 മാസത്തിൽ 7 ദിവസത്തിൽ കൂടുതൽ, അതായത് തടവ് എന്ന് പറഞ്ഞാൽ 3 മാസത്തിൽ കഴിയുമ്പോൾ, 3 മാസം കവിയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആദ്യത്തെ 3 മാസം എന്താണ് 14 അടുപ്പിച്ചോളം
ഏകാന്ത തടവ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 3 മാസം കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ എന്താണ് 7 ദിവസത്തിൽ കൂടരുത്. 7 ദിവസം വെച്ച് കൊടുക്കാൻ സാധിക്കുമെന്നാണ് BNS ആക്ടിൽ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഏകാന്ത തടവിന്റെ കാലാവധി ഓരോ തവണയും പരമാവധി 14 ദിവസത്തിൽ കൂടാൻ പാടില്ല. എന്നാൽ ഒരാൾക്ക് ശിക്ഷയായി ലഭിക്കപ്പെട്ടിട്ടുള്ള തടവ് 3 മാസത്തിൽ കവിയുമ്പോൾ ആ തടവിലുടനീളം ഏകാന്ത തടവ് കാലാവധി 1 മാസത്തിൽ 7 ദിവസത്തിൽ കൂടരുത്. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ മാസത്തിൽ 7 ദിവസത്തിൽ കൂടരുത് ഏകാന്ത തടവ് എന്നുള്ളതാണ്. ക്ലിയർ ആണ്? അപ്പൊ ഏകാന്ത തടവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനിയും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏകാന്ത തടവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം BNSS എന്താണ്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ്. അതായത് നമ്മുടെ CRPC ഇല്ലേ, CRPCക്ക് പകരം വന്ന നിയമമാണ് BNSS അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ്. അപ്പൊ BNSSന്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തലിനെ കുറിച്ച് വിശദീകരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അധ്യായം 11 ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. BNSSന്റെ അതായത് BNSSന്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തലിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? അധ്യായം 11 ആണ്. ഇനി എന്താണ് അധ്യായം 11? ചാപ്റ്റർ 11 എന്താണെന്ന് നോക്കാം. ഈ അധ്യായത്തിന്റെ ഔദ്യോഗിക നാമം മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാൻക്വിലിറ്റി എന്നാണ്. അതായത് പൊതുജന ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തൽ എന്നാണ് ഈ ഒരു അധ്യായത്തിന്റെ ഒരു ഔദ്യോഗിക നാമമായിട്ട്. അപ്പൊ പഠിച്ചു നോക്കണം. അധ്യായം 11 അഥവാ ചാപ്റ്റർ 11 BNS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ അധ്യായം 11 അഥവാ ചാപ്റ്റർ 11 എന്ന് പറയുന്നത് പൊതുജന ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തലാണ്. ഈ അധ്യായം 11 വരുന്നത് വകുപ്പ് 148 മുതൽ 167 വരെയുള്ള സെക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രമസമാധാനം ശാന്തതയും നിലനിർത്തുന്നതിനുള്ള ഒരു അധ്യായത്തിൽ വരുന്ന സെക്ഷൻസ് 148 മുതൽ 167 വരെയുള്ള സെക്ഷൻസ് ആണ് വരുന്നത്. ഇനി നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അധ്യായങ്ങളോട് നോക്കിപ്പോവാം. അധ്യായം 9 അഥവാ ചാപ്റ്റർ 9 എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് കേട്ടോ. അപ്പൊ അധ്യായം 9 എന്താണ്? തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. ഇനി അധ്യായം 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണയങ്ങൾ, ബാങ്ക് നോട്ടുകൾ, കറൻസി നോട്ടുകൾ, സർക്കാർ സ്റ്റാമ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. അപ്പം അധ്യായം 10 നാണയങ്ങൾ, ബാങ്ക് നോട്ടുകൾ, കറൻസി നോട്ടുകൾ, സർക്കാർ സ്റ്റാമ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ വരുന്നത്. ഇനി അധ്യായം 12 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുപ്രവർത്തകർ ചെയ്യുന്നതോ അവരുമായി ബന്ധപ്പെട്ടതോ ആയ കുറ്റകൃത്യങ്ങൾ കേട്ടോ. അപ്പോൾ അധ്യായം 12 പൊതുപ്രവർത്തകർ ചെയ്യുന്നതോ അവരുമായി ബന്ധപ്പെട്ടതോ ആയ കുറ്റകൃത്യങ്ങൾ. അപ്പൊ റിലേറ്റ് ചെയ്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി സംസ്ഥാന പോലീസ് മേധാവിയാണ് കേട്ടോ. ഓപ്ഷൻ സി സംസ്ഥാന പോലീസ് മേധാവിയാണ്. അപ്പൊ എന്താണ്? കേരള പോലീസ് ആക്ട് 2011 പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? സംസ്ഥാന പോലീസ് മേധാവിയാണ്. ഇനി എന്താണ് നമ്മുടെ സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് കേരള പോലീസ് ആക്ട് 2011 കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 24 പ്രകാരമാണ് സംസ്ഥാന സുരക്ഷാ കമ്മീഷനെ രൂപീകരിച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കണം. സംസ്ഥാന സുരക്ഷാ കമ്മീഷനുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ ഏതാന്ന് ചോദിക്കാം. ഏതാണ്? സെക്ഷൻ 24 ആണ്. അപ്പോൾ പഠിച്ചു വെക്കണം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 24 സംസ്ഥാന സുരക്ഷാ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. സുരക്ഷ എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. എന്താണ് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സേനയുടെ മികച്ച പ്രവർത്തനത്തിനായുള്ള വിശാലമായ നയരൂപീകരണ മാർഗരേഖകൾ തയ്യാറാക്കുക എന്നതാണ് ഈ കമ്മീഷന്റെ പ്രധാന ചുമതല. അപ്പൊ എന്താണ് നമ്മുടെ കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 24 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ പ്രധാന ചുമതല എന്താണ്? പോലീസ് സേനയുടെ മികച്ച പ്രവർത്തനത്തിനായുള്ള വിശാലമായ നയ രൂപീകരണ മാർഗരേഖകൾ തയ്യാറാക്കുക എന്നതാണ് ഈ കമ്മീഷന്റെ പ്രധാന ചുമതല. ഇനി നമുക്ക് കമ്മീഷന്റെ ഘടന എന്ന് നോക്കാം, സ്ട്രക്ചർ നോക്കാം.
ഈ ഒരു സംസ്ഥാന സുരക്ഷാ കമ്മീഷനിൽ ഔദ്യോഗികവും എക്സൊഫിഷ്യോ ആയിട്ടുള്ള കമ്മീഷനിൽ ഔദ്യോഗികവും അനൌദ്യോഗികവുമായിട്ടുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്നു. ആരൊക്കെയാണെന്ന് നോക്കാം. ഈ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സംസ്ഥാന ആഭ്യന്തര മന്ത്രിയാണ് കേട്ടോ. മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഈ സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന ആഭ്യന്തര മന്ത്രിയാണ്. അപ്പൊ നിലവിലെ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ആഭ്യന്തരമന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഹരിപ്പാടാണ്. കണക്ട് ചെയ്ത് പഠിച്ചോണം. ഇനി അടുത്തത് ഈ ഒരു സംസ്ഥാന സുരക്ഷാ മിഷനിലെ സെക്രട്ടറി ആരാണ്? സംസ്ഥാന പോലീസ് മേധാവിയാണ്. അതായത് സ്റ്റേറ്റ് പോലീസ് ചീഫ്, അതായത് നമ്മുടെ നിലവിലെ DGP ആണ്. അപ്പൊ നിലവിലെ കേരളത്തിലെ DGP ആരാണ്? റവാഡ ചന്ദ്രശേഖറാണ് കേട്ടോ. റവാഡ ചന്ദ്രശേഖറാണ് നിലവിലെ കേരളത്തിലെ DGP. അപ്പൊ പഠിച്ചു വെക്കണം. സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ ചെയർമാൻ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയും, സെക്രട്ടറി ആരാണ്? സംസ്ഥാന പോലീസ് മേധാവിയും. അതുപോലെ തന്നെ മറ്റ് പ്രധാന ഔദ്യോഗിക അംഗങ്ങൾ ആരാന്ന് ചോദിക്കാം. നിയമവകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നിവർ ഇതിൽ അംഗങ്ങളാണ്. കൂടാതെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 അനൌദ്യോഗിക അംഗങ്ങളും ഇതിലുണ്ട്. അപ്പോൾ പഠിച്ചു നോക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. സംസ്ഥാന സുരക്ഷാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? നിയമവകുപ്പ് മന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നിവരാണ് മെയിൻ അംഗങ്ങളായിട്ട് വരുന്നത്. കൂടാതെ തന്നെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 അനൌദ്യോഗിക അംഗങ്ങളും ഈ ഒരു സംസ്ഥാന സുരക്ഷാ കമ്മീഷനിൽ ഉണ്ട്. ഈ ഒരു കമ്മീഷന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ക്ലിയർ ആണേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചനയെ മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണെന്നാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. 7 വർഷം വരെ തടവാണ്. ഞാൻ ഒന്നുകൂടെ പറയാം ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 7 വർഷം വരെ തടവാണ്. അതായത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ BNS-ലെ സെക്ഷൻ 58ലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. BNS ആക്ട് സെക്ഷൻ 58 പ്രകാരമാണ് 7 വർഷത്തെ തടവ്. നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെക്ഷൻ 58 പറയുന്നത് വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു വലിയ കുറ്റകൃത്യം ചെയ്യാനുള്ള പ്ലാൻ ബോധപൂർവം മറച്ചുവെക്കുന്ന വ്യക്തിക്ക് 2 തരത്തിൽ ശിക്ഷ ലഭിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ പരമാവധി 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. അതാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കുറ്റകൃത്യം നടന്നില്ല എങ്കിൽ പരമാവധി 3 വർഷം വരെ തടവ് ലഭിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഈ ഒരു കൃത്യം നടന്നില്ല എന്ന് ചോദിക്കുമായിരുന്നെങ്കിൽ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്. 3 വർഷം വരെ തടവാണ്. പക്ഷേ എന്താണ്? ആ കൃത്യം നടക്കുകയും നടന്നെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ. അതുകൊണ്ട് ഓപ്ഷൻ ഡി 7 വർഷം വരെ തടവായി കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 58ലാണ് വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു വലിയ കുറ്റകൃത്യം ചെയ്യാനുള്ള പ്ലാന് ബോധപൂർവം മറച്ചു വെക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ആ ശിക്ഷ 2 തരത്തിൽ ലഭിക്കാം. ആദ്യത്തെ തരം എന്താണ്? ആ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ പരമാവധി 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ആ കുറ്റകൃത്യം നടന്നില്ല എങ്കിൽ പരമാവധി 3 വർഷം വരെ തടവും പിഴയും ലഭിക്കും. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തത് BNSS എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടത് ആണെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ 47 ആണ്. അപ്പൊ എന്താണ്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടതാണെന്നാണ്. അപ്പൊ നമുക്കറിയാം, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ അറിയിക്കേണ്ടതാണ് അയാൾ എന്ത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത്, അല്ലെ അറസ്റ്റ് ചെയ്യാനിടയായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിക്കേണ്ടതാണ്. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്, അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ അവകാശമാണ് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 47 ആണ് കേട്ടോ. BNSSന്റെ സെക്ഷൻ 47 ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 47 പ്രകാരം വാറന്റ് കൂടാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനിടയായ കാരണങ്ങളും അഥവാ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ്, കുറ്റകൃത്യം ജാമ്യം ലഭിക്കുന്നതാണെങ്കിൽ ജാമ്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചും ഉടനടി അറിയിച്ചിരിക്കണം എന്നാണ് ഈ സെക്ഷൻ വ്യക്തമാക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. BNSS പ്രകാരം
സെക്ഷൻ 47 എന്താണ്? വാറന്റ് കൂടാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങളും കുറ്റകൃത്യ ജാമ്യം ലഭിക്കുന്നതാണെങ്കിൽ ജാമ്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചും ഉടനടി അറിയിച്ചിരിക്കണമെന്നാണ് ഈ ഒരു സെക്ഷൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. സെക്ഷൻ 47 കേട്ടോ. അപ്പം എന്താണ്? ഒരു അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനിടയായിട്ടുള്ള കാരണങ്ങളും അതുപോലെ തന്നെ ജാമ്യം ലഭിക്കാനുള്ള അവകാശത്തെക്കുറിച്ചും പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കേണ്ടതാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 47. അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്തതിന് ഈ ഒരു സെക്ഷൻ വരാൻ കാര്യം തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22(1) അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അതിൻ്റെ കാരണം അറിയാനുള്ള മൗലിക അവകാശമുണ്ട്. ഈ അവകാശത്തെ ഉറപ്പു നൽകുന്നതാണ് BNSSലെ സെക്ഷൻ 47 കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22(1) പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അതിന്റെ കാരണം അറിയാനുള്ള മൗലിക അവകാശമുണ്ട്. ആ ഒരു ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ സെക്ഷൻ 47 വന്നത് കേട്ടോ. BNS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 47 വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു അതേ ഓപ്ഷൻസുള്ള ബാക്കി സെക്ഷൻസ് കൂടെ നോക്കി പോവാം. സെക്ഷൻ 49 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 49 എന്താണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ സെക്ഷൻ 49 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 49. ഇനി സെക്ഷൻ 50 എന്താണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ പക്കൽ നിന്നും മാരക ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള പോലീസിന്റെ അധികാരത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. അതായത് പവർ ടു സീസ് ഒഫൻസീവ് വെപ്പൺസ്. അപ്പം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിയമത്തിലെ സെക്ഷൻ 50 എന്താണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ പക്കൽ നിന്നും മാരക ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള പോലീസിന്റെ അധികാരത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെ പറ്റി വിശദീകരിക്കുന്നു എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 എന്തിനെ പറ്റി വിശദീകരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കമ്മ്യൂണിറ്റി പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് CPO പരീക്ഷയ്ക്കോ WCPO പരീക്ഷയ്ക്കോ പ്രതീക്ഷിക്കാം. അപ്പോൾ പഠിച്ചു വെക്കണം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 64 കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ച് പറയുന്നത്. എന്താണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജില്ലാ പോലീസ് മേധാവി പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ പൊതുവായ സഹായം നൽകാൻ വേണ്ടി ആ പ്രദേശത്തെ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ തദ്ദേശവാസികൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ ഓരോ പോലീസ് സ്റ്റേഷന് വേണ്ടിയും രൂപീകരിക്കേണ്ടതാണ് എന്നാണ് ഈ ഒരു സെക്ഷൻ പ്രകാരം പറയുന്നത്. അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജില്ലാ പോലീസ് മേധാവി പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ പൊതുവായ സഹായം നൽകാൻ വേണ്ടി ആ പ്രദേശത്തെ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ തദ്ദേശവാസികൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ ഓരോ പോലീസ് സ്റ്റേഷനു വേണ്ടിയും രൂപീകരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനു വേണ്ടിയുമാണ് ഈ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ രൂപീകരിക്കേണ്ടത്. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ, കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ പോലീസ് സ്റ്റേഷൻ അധികാരപരിധിയിലുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സേവന, തൊഴിൽ മേഖലകളിലുള്ളവർക്കും സ്ത്രീകൾ, പട്ടികജാതി, പട്ടിക ഗോത്രവർഗ വിഭാഗക്കാർ എന്നിവർക്കും ന്യായമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ഒരു പോലീസ് സ്റ്റേഷന് കീഴിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി വരുമ്പോൾ ആ സമിതിയിൽ നമ്മുടെ ഇഷ്ടക്കാരെ മാത്രം ആണോ വെക്കാൻ കഴിയുക? അല്ല. ഈ ഒരു നിയമപ്രകാരം ആരൊക്കെയാണ് വെക്കാൻ കഴിയുക? ആ സമിതിയിൽ പോലീസ് സ്റ്റേഷൻ അധികാരപരിധിയിലുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾപ്പെടുത്തണം, എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തണം. അതിന് ഉദാഹരണങ്ങളായിട്ട് സേവന തൊഴിൽ മേഖലയിലുള്ളവർ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ സ്ത്രീകൾ ഉണ്ടായിരിക്കണം. സ്ത്രീകൾ, പട്ടികജാതി, പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. അവരെ വിഭാഗക്കാരെ എന്നിവർ ഉൾപ്പെടുത്തണം. അതാണ് പറഞ്ഞത്, എന്നിവർക്കും ന്യായമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ക്ലിയർ ആണ്? ഇനി കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി ആ പ്രദേശത്ത് നിലവിലുള്ളതും ഉണ്ടായേക്കാവുന്നതുമായ പൊതു സ്വഭാവമുള്ള പോലീസ് സേവനാവശ്യങ്ങൾ പോലീസിന്റെ അർഹമായ പരിഗണനയ്ക്കായി കണ്ടെത്തുകയും ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ സുരക്ഷ ഉറപ്പാക്കാനുള്ള കർമ്മ പദ്ധതികൾ വികസിപ്പിക്കേണ്ടതുമാണ്. നമുക്കറിയാം, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പം എന്താണ് മയക്കുമരുന്നിൻ്റെ എന്തെങ്കിലും ഉപയോഗമോ അല്ലെങ്കിൽ അത് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടോ ഒക്കെ നമ്മുടെ ഈ ഒരു നാട്ടിൻ പ്രദേശത്തുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ നമുക്കത് പോലീസിന് നിർദ്ദേശം കൊടുക്കാം. സാർ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, അപ്പം ഇതിനെതിരെ നടപടി എടുക്കണമെന്നൊക്കെ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി അപ്പം
ഈ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അതിന് വേണ്ടുന്ന എന്തെങ്കിലും കർമ്മ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ അവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി പ്രകാരം. ക്ലിയർ ആണ്? അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് സുരക്ഷിതത്വബോധം, രക്ഷാബോധം, കുറ്റകൃത്യ നിവാരണം, നിയമസാക്ഷരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്. നമുക്കറിയാം കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മാത്രം പറഞ്ഞു കൊടുക്കാന്നല്ല, ഈ പാവപ്പെട്ട ആളുകളില്ലേ, ആളുകൾക്കൊന്നും എന്താണ് അവർക്ക് വേണ്ടിയുള്ള സുരക്ഷിതത്വ ബോധം, രക്ഷാബോധം, അതുപോലെ തന്നെ കുറ്റകൃത്യ നിവാരണം, അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ട് അവർക്ക് എന്താണ് നിയമ സാക്ഷരത കൊടുക്കുക എന്നുള്ളതാണ്. നിയമ സാക്ഷരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പരിപാടികൾ എന്താണ് കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾക്ക് ആവിഷ്കരിക്കാവുന്നതാണെന്നാണ് ഈ ഒരു സെക്ഷൻ 64 കമ്മ്യൂണിറ്റി പോലീസിംഗിൽ പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് ടെലഗ്രാമിലെ ലൈവ് ക്ലാസ് വരുന്നത്. അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷകളിൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സും എടുത്തു പോകുന്നുണ്ട് കേട്ടോ. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന 6 മാസത്തേക്ക് കറണ്ട് അഫയേഴ്സ് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു 200 രൂപയ്ക്ക്. നമുക്കറിയാം ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും, ഈ നടക്കാൻ പോകുന്ന CPO WCPO പരീക്ഷകൾക്കൊക്കെ 10 മാർക്കോളമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവുന്ന ഒരു ബാച്ച് ആയിരിക്കും. അത് ഈ ഒരു ബാച്ചിൽ നമുക്കറിയാം ഇനി അവസാന പരീക്ഷ നടക്കാൻ പോകുന്നത്, ഏറ്റവും പ്രധാന പരീക്ഷയുടെ അവസാനം നടക്കാൻ പോകുന്നത് VFA പരീക്ഷയാണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ആ പരീക്ഷകൾക്ക് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ ബാച്ചിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ എടുത്ത ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കിട്ടുന്നതാണ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ടുകാരെ, ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ, അതായത് BSA ആണ് കേട്ടോ, BSA ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ ഏതു സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ ഏതു സെക്ഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ C ആണ്. സെക്ഷൻ 23 ആണ് കേട്ടോ, സെക്ഷൻ 23 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ അഥവാ BSA നിയമത്തില് സെക്ഷൻ 26 സെക്ഷൻ നമുക്ക് നോക്കിപ്പോവാം. ഭാരതീയ അധിനിയമത്തിലെ സെക്ഷൻ 23 ആണ് പറയുന്നത് എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 23 ആണ്. നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള സെക്ഷൻസ് നോക്കാം. ഓപ്ഷൻസിലെ BSAയുടെ സെക്ഷൻ 26 എന്താണ്? മരണപ്പെട്ട വ്യക്തികളുടെയോ കണ്ടെത്താൻ കഴിയാത്തവരുടെയോ പ്രസ്താവനകളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ്. അതായത് പഴയ നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ടാണല്ലോ BSA വന്നത്. സെക്ഷൻ 32 പകരമാണ് 26 വന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല, ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് BSA ആക്ട് സെക്ഷൻ 26 എന്താണ്? മരണപ്പെട്ട വ്യക്തികളുടെയോ കണ്ടെത്താൻ കഴിയാത്തവരുടെയോ പ്രസ്താവനകളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 26. ഇനി സെക്ഷൻ 27 ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ സെക്ഷൻ 27 എന്താണ്? മുൻപുള്ള ജുഡീഷ്യൽ നടപടിക്രമത്തിൽ നൽകിയ തെളിവുകളുടെ പ്രസക്തിയെക്കുറിച്ച് വ്യക്തമാക്കുന്നു കേട്ടോ. അപ്പൊ എന്താണ്? മുൻപുള്ള ജുഡീഷ്യൽ നടപടിക്രമത്തിൽ നൽകിയ തെളിവുകളുടെ പ്രസക്തിയെക്കുറിച്ച് വ്യക്തമാക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 27. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുകയോ ചെയ്താൽ അയാൾ ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കാവുന്നതാണ്. അപ്പൊ എന്താണ്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയം ഉളവാക്കുകയോ ചെയ്താൽ അയാൾ ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്തതായി
കണക്കാക്കാവുന്നതാണ്. ബലപ്രയോഗമാണ്, ക്രിമിനൽ ബലപ്രയോഗം. അപ്പോൾ അതെന്താണ് ബലപ്രയോഗമൊക്കെ ചെയ്യുന്നത്? എന്താണ്? ആക്രമിക്കുക എന്നല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആക്രമണമാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. BNS ആക്ടിലെ സെക്ഷൻ 131 ആക്രമണത്തെക്കുറിച്ച് പറയുന്നത്. നിർവചനം വരുന്നിരിക്കുന്നത് അതായത് BNS ആക്ട് സെക്ഷൻ 131 പ്രകാരമാണ് അതിൻ്റെ ഒരു നിർവചനം വന്നിരിക്കുന്നത്. അതായത് ഒരു വ്യക്തി തൻ്റെ ആംഗ്യങ്ങളിലൂടെയോ തയ്യാറെടുപ്പുകളിലൂടെയോ അവിടെ സന്നിഹിതനായ മറ്റൊരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം ഉണ്ടാകാൻ പോകുന്നു എന്ന ഭയമോ മുൻധാരണയോ ഉണ്ടാക്കിയാൽ അയാൾ ആക്രമണം നടത്തുന്നു എന്ന് പറയാം. അപ്പോൾ പഠിച്ചു വെക്കണം. BNS ആക്ട് സെക്ഷൻ 31 ആക്രമണത്തെക്കുറിച്ച് പറയുന്നത്. അതിനുള്ള നിർവചനം BNS ആക്ട് സെക്ഷൻ 131 അതായത് എന്താണ് നിർവചനം ആക്രമണത്തിന്റെ? ഒരു വ്യക്തി തൻ്റെ ആംഗ്യങ്ങളിലൂടെയോ തയ്യാറെടുപ്പുകളിലൂടെയോ അവിടെ സന്നിഹിതനായ മറ്റൊരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം ഉണ്ടാകാൻ പോകുന്നു എന്ന ഭയമോ മുൻധാരണയോ ഉണ്ടാക്കിയാൽ അയാൾ ആക്രമണം നടത്തുന്നു എന്ന് പറയാം. ക്ലിയർ ആണ്? ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണെന്ന് നോക്കാം. ശിക്ഷയെ പ്രതിപാദിക്കുന്നത് സെക്ഷൻ 131(2) കേട്ടോ. സെക്ഷൻ 131(2). അപ്പോൾ എന്താണ് ആക്രമണത്തിനുള്ള ശിക്ഷ എന്ന് നോക്കാം. ഗൗരവമേറിയ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ ഒരാളെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷയാണ് 3 മാസം വരെ നീളേക്കാവുന്ന തടവ് ശിക്ഷ അല്ലെങ്കിൽ 1000 രൂപ വരെയുള്ള പിഴ ശിക്ഷ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാം. അപ്പോൾ പഠിച്ചു വെക്കണം. സെക്ഷൻ 131(2) ആക്രമണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. ശിക്ഷ എന്താണ്? ഗൗരവമേറിയ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ ഒരാളെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയാണ് 3 മാസം വരെ നീളേക്കാവുന്ന തടവ് ശിക്ഷ അല്ലെങ്കിൽ 1000 രൂപ വരെ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാം. ഇനി നമുക്ക് ആക്രമണം പറഞ്ഞപ്പോൾ അതിക്രമം എന്താണെന്നൂടെ ഒന്ന് പറഞ്ഞു പോവാം. അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിലേക്ക് കുറ്റകൃത്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കുന്നതിനെയാണ് അതിക്രമം എന്ന് പറയുന്നത്. BNS ആക്ടിലെ സെക്ഷൻ 329 അതുകൂടെ അറിഞ്ഞിരിക്കണം. അതിക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? BNS ആക്ടിലെ അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിലേക്ക് കുറ്റകൃത്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കുന്നതാണ് അതിക്രമം എന്ന് പറയുന്നത്. BNS ആക്ടിലെ സെക്ഷൻ 329 ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലൂടെ അതുപോലെ തന്നെ നമ്മൾ അതിക്രമം പഠിച്ചു. അതുപോലെ തന്നെ ഓപ്ഷനിലുള്ള ലൈംഗിക അതിക്രമം കൂടെ ഒന്ന് പഠിച്ചു പോവാം. BNS ആക്ടിലെ ലൈംഗിക അതിക്രമം വരുന്നത് BNS ആക്ടിലെ സെക്ഷൻ 74 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ BNS ആക്ടിലെ ലൈംഗിക അതിക്രമം വരുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 74 സെക്ഷൻ 74 ലൈംഗിക അതിക്രമം. എന്താണ് ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ മാനം കടുത്ത രീതിയിൽ ഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തിയിലൂടെയോ അത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴോ അവൾക്കെതിരെ നടത്തുന്ന ആക്രമണമോ ക്രിമിനൽ ബലപ്രയോഗമോ ഇതിന്റെ പരിധിയിൽ വരുന്നു കേട്ടോ. അപ്പൊ എന്താണ് ലൈംഗിക അതിക്രമത്തിന്റെ ഡെഫിനിഷൻ? ഒരു സ്ത്രീയുടെ മാനം കടുത്ത രീതിയിൽ ഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തിയിലൂടെയോ അത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴോ അവൾക്കെതിരെ നടത്തുന്ന ആക്രമണമോ ക്രിമിനൽ ബലപ്രയോഗമോ ഇതിന്റെ പരിധിയിൽ വരുന്നു. ഇനി BNS ആക്ടിലെ സെക്ഷൻ 74 ലൈംഗിക അതിക്രമത്തിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? കുറഞ്ഞത് 1 വർഷം മുതൽ 5 വർഷം വരെ നീളാവുന്ന തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ പിഴയും ലഭിക്കാവുന്നതാണ് കേട്ടോ. പഴയത് നമ്മൾ അറിയാതെ നോട്ടിൽ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. BNS ആക്ട് സെക്ഷൻ 74 ലൈംഗിക അതിക്രമത്തിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 1 വർഷം മുതൽ 5 വർഷം വരെ നീളാവുന്ന തടവ് ശിക്ഷയും അതോടൊപ്പം പിഴ ശിക്ഷയും ലഭിക്കും. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഭാരതീയ സാക്ഷ്യ അധിനിയമം അഥവാ BSA ഭാരതീയ സാക്ഷ്യ അധിനിയമ പ്രകാരം കാരിക്കേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് വെച്ചിരിക്കുന്നത്. കാരിക്കേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രേഖയാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ രേഖയാണ്. ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം കാരിക്കേച്ചർ ഒരു രേഖയാണ് കേട്ടോ. രേഖ. അപ്പൊ എന്താണെന്ന് നോക്കാം. രേഖയുടെ നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ സാക്ഷി അധിനിയമത്തിൽ വകുപ്പ് 2(1)D പ്രകാരമാണ് രേഖ അഥവാ ഡോക്യുമെന്റ് നിർവചിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ വകുപ്പ് 2(1)D രേഖ അഥവാ ഡോക്യുമെന്റിനെ കുറിച്ച് നിർവചനം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വസ്തുവിന്മേൽ അക്ഷരങ്ങളോ അക്കങ്ങളോ അടയാളങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളോ ഉപയോഗിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെയാണ് നിയമപ്രകാരം രേഖ
രേഖ എന്ന് പറയുന്നത്. നമുക്ക് അറിയാമല്ലോ, രേഖ അഥവാ ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അക്ഷരങ്ങളാലോ അക്കങ്ങളാലോ അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും മാർഗങ്ങളാലോ ഉപയോഗിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ രേഖ അഥവാ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിയമത്തിലെ വിശദീകരണങ്ങളിൽ കാരിക്കേച്ചർ എന്നത് ഒരു രേഖയായി വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. നിയമത്തിലെ വിശദീകരണങ്ങളിൽ കാരിക്കേച്ചർ എന്നത് ഒരു രേഖയായി വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം നിയമപ്രകാരമുള്ള മറ്റ് ചില രേഖകൾ ഏതൊക്കെയാണ്, നിയമപ്രകാരമുള്ള രേഖകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഒന്ന് നമുക്കറിയാം, എഴുതപ്പെട്ട ഏതൊരു കാര്യവും രേഖയായിട്ട് വരും. ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ എഴുതപ്പെട്ട ഏതൊരു കാര്യവും നമുക്ക് എന്താണ് രേഖയായിട്ട് ഡോക്യുമെന്റ്സ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. മറ്റേത് അച്ചടിച്ചതോ ലിതോഗ്രാഫ് ചെയ്തതോ ഫോട്ടോ എടുത്തതോ ആയ വാക്കുകൾ കേട്ടോ. അപ്പൊ എന്താണ് വേർഡ്സ് പ്രിന്റഡ്, ലിതോഗ്രാഫേഡ് ഓർ ഫോട്ടോഗ്രാഫേഡ്, അതായത് അച്ചടിച്ചതോ ലിതോഗ്രാഫ് ചെയ്തതോ ഫോട്ടോ എടുത്തതോ ആയ വാക്കുകൾ രേഖയായിട്ട് വരാം. അല്ലെങ്കിൽ അടുത്തത് ഒരു മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ കേട്ടോ, ഒരു മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ വരാം. നാലാമത്തേത് ലോഹത്തകിടിലോ കല്ലിലോ കൊത്തിവെച്ചിട്ടുള്ള കാര്യങ്ങൾ, ലോഹത്തകിടിലോ കല്ലിലോ കൊത്തിവെച്ചിട്ടുള്ള കാര്യം. നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലേ, ഞാൻ എന്തെങ്കിലും തെളിവുകളൊക്കെ കാണത്തില്ല ലോഹത്തകിടിലൊക്കെ കൊത്തിവെച്ചിട്ടുള്ളത്, അതിനാണ് ഉദ്ദേശിക്കുന്നത് ലോഹത്തകിടിലോ കല്ലിലോ കൊത്തിവെച്ചിട്ടുള്ള കാര്യങ്ങൾ. അഞ്ചാമത്തേത് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡുകൾ, ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡുകൾ ഏതൊക്കെയാണ്, ഇമെയിലുകൾ, കമ്പ്യൂട്ടർ രേഖകൾ, സ്മാർട്ട് ഫോൺ സന്ദേശങ്ങൾ മുതലായവയൊക്കെ പുതിയ നിയമപ്രകാരം രേഖകളുടെ പരിധിയിൽ വരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചണം, പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാം ഏതൊക്കെയാണ് രേഖകളുടെ പരിധി വരുന്നതെന്നൊക്കെ. കൂട്ടത്തിൽ പെടാത്തതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. അടുത്ത ചോദ്യം, ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയോ താഴെ പറയുന്ന ചില വസ്തുതകളെ പറ്റി അറിയിക്കേണ്ടത് ആണ് എന്ന് നോക്കാം. നമുക്ക് രണ്ട് വസ്തുതകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ എക്സ് എന്താണെന്ന് നോക്കാം. മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള സ്ഥിരമോ താൽക്കാലികമായ താമസ സ്ഥലം എന്താണ് അറിയിക്കേണ്ട വസ്തുതകളെ പറ്റി അറിയിക്കേണ്ട വിവരങ്ങളായിട്ട് വരുന്നവയാണ്. ഇനി വൈ എന്താണെന്ന് നോക്കാം. ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുണ്ടായതോ അസ്വാഭാവികമായതോ ആയ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ സമീപത്തോ ഏതെങ്കിലും മൃതദേഹത്തിന്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്താൽ എന്താണ് നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ എന്താണ് അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ അറിയിക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇത് രണ്ടും പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ട സന്ദർഭങ്ങളാണ് എക്സും വൈയും വരുന്നത്. ഇനി നമുക്ക് നോക്കാം. BNSSലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 34 പ്രകാരമാണ് ഒരു ഗ്രാമത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരും എന്ന് പറയുമ്പോൾ അതിനകത്ത് വില്ലേജ് ഓഫീസേഴ്സ് വരും, വില്ലേജ് അസിസ്റ്റൻസ് വരും, പഞ്ചായത്ത് മെമ്പേഴ്സ് തുടങ്ങിയവരൊക്കെയാണ് എല്ലാ ഉദ്യോഗസ്ഥരും വരും. ആ ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ പരിധിയിൽ നടക്കുന്ന ചില പ്രത്യേക കുറ്റകൃത്യങ്ങളെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെയോ ഉടൻ തന്നെ വിവരമറിയിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. BNSSലെ സെക്ഷൻ 34 പ്രകാരമാണ് ഒരു ഗ്രാമത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരും, ആ ഗ്രാമത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണല്ലോ വില്ലേജ് ഓഫീസർ, വില്ലേജ് അസിസ്റ്റന്റ്, പഞ്ചായത്ത് ഓഫീസേഴ്സ് ഒക്കെ അല്ലേ. അപ്പൊ ആ ഉദ്യോഗസ്ഥര് അവരുടെ പരിധിയിൽ നടക്കുന്ന ചില പ്രത്യേക കുറ്റകൃത്യങ്ങളെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെയോ ഉടൻ തന്നെ വിവരമറിയിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. ഇനി ഇവർക്ക് ഈ ഒരു റിപ്പോർട്ട് വിവരം അറിയിക്കേണ്ട പ്രധാന വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചത് തന്നെ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട പ്രധാന വിവരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ കൈപ്പറ്റുന്നവരോ വിൽക്കുന്നവരോ ആയ കുറ്റവാളികൾ ഗ്രാമത്തിൽ താമസമാക്കുകയോ വന്നു പോകുകയോ ചെയ്താൽ കേട്ടോ. അപ്പോൾ മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ കൈപ്പറ്റുന്നവരോ വിൽക്കുന്നവരോ ആയ കുറ്റവാളികൾ ഗ്രാമത്തിൽ താമസമാക്കുകയും വന്നു പോവുകയും ചെയ്താൽ ഉടനെ തന്നെ വിവരം അറിയിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പിടികിട്ടാപ്പുള്ളികളെയോ തടവ് താടിയവരെയോ ഗ്രാമത്തിലൂടെ കടന്നു പോവുകയോ അഭയം തേടുകയോ ചെയ്താൽ ഉടനെ തന്നെ അറിയിക്കണം. എന്താണ്? പിടികിട്ടാപ്പുള്ളികളെയോ തടവ് ചാടിയവരെയോ ഗ്രാമത്തിലൂടെയോ മറ്റും കടന്നു പോവുകയോ അഭയം തേടുകയോ ചെയ്താൽ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനെയോ അല്ലെങ്കിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അറിയിക്കേണ്ടതാണ് ഈ ഉദ്യോഗസ്ഥർ. അതുപോലെ തന്നെ ഗ്രാമത്തിലോ അതിനടുത്തോ നടക്കുന്ന പെട്ടെന്നുള്ളതോ അസ്വാഭാവികവുമായ മരണം അല്ലെങ്കിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മൃതദേഹമൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാവുന്നതാണ്, ഉടനെ തന്നെ അറിയിക്കേണ്ടതാണ്. അടുത്ത പോയിന്റ്, 10 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുകയോ അതിനായി ആരെങ്കിലും ശ്രമിക്കുകയോ ചെയ്താൽ ഉടനെ തന്നെ അറിയിക്കേണ്ടതാണ് കേട്ടോ. ഉടനെ തന്നെ അറിയിക്കേണ്ടതാണ് ഈ ഉദ്യോഗസ്ഥർ. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയും സന്ദർഭങ്ങളൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം,
അടുത്ത ചോദ്യം, ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത്? അപ്പൊ എന്താണ് ചോദ്യം? എന്താണ്? ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തദ്ദേശ ഭരണ തലവന്മാരാണ് കേട്ടോ. തദ്ദേശ ഭരണ തലവനാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത്. നമുക്ക് നോക്കാം എന്താണ് ട്രാഫിക് സംരക്ഷണ സമിതി എന്ന് നോക്കാം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 72 പ്രകാരം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ പഠിച്ചു നോക്കണം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 72 എന്താണ് ട്രാഫിക് സംരക്ഷണ സമിതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് എല്ലാ തദ്ദേശ സ്വയംഭരണങ്ങളുടെ രൂപീകരിക്കേണ്ടതായിട്ടാണ് ഉള്ളതാണെന്നാണ് പറയുന്നത്. ഇനി ആ ഒരു ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് അഥവാ ചെയർമാനായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നെയാണ്. അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ ഓർ മേധാവി ആയിരിക്കും അതിന്റെ ചെയർമാനായിട്ട് വരുന്നത്. ഈ ഒരു ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ ഓർ മേധാവി ആയിരിക്കും. അതായത് ഉദാഹരണത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയറൊക്കെ ആയിരിക്കും ആ ഒരു സമിതിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഇനി അംഗങ്ങളായിട്ട് വരുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ RTO, ജില്ലാ പോലീസ് മേധാവി അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ, പൊതുമരാമത്ത് വകുപ്പ് PWD പ്രതിനിധികൾ എന്നിവർ ഈ സമിതിയിൽ അംഗങ്ങളായിരിക്കും. ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടാണ് PWD വന്നത് കേട്ടോ, റോഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായത്. പഠിച്ചു വെക്കണം. അംഗങ്ങൾ ആരൊക്കെയാണ്? റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ RTO, ജില്ലാ പോലീസ് മേധാവി അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ, പൊതുമരാമത്ത് വകുപ്പ് പ്രതിനിധികൾ എന്നിവരാണ് ഈ സമിതിയിൽ അംഗങ്ങളായി ഇരിക്കും. ഇനി ഈ ഒരു ട്രാഫിക് സംരക്ഷണ സമിതിയുടെ പ്രധാന ചുമതലകൾ എന്താണ്? പൊതുജനങ്ങൾക്ക് ഗതാഗത തടസ്സമോ അപകടങ്ങളോ ഉണ്ടാക്കാത്ത രീതിയിൽ വാഹനങ്ങളുടെ പാർക്കിംഗ്, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളുടെ ക്രമീകരണം, റോഡുകളിലെ ഗതാഗത നിയന്ത്രണങ്ങൾ എന്നിവ നിശ്ചയിക്കുന്നത് ഈ സമിതിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ട്രാഫിക് സംരക്ഷണ സമിതിയാണ് നമ്മുടെ നാട്ടിലെ എന്താണ് ഗതാഗത തടസ്സമോ അപകടങ്ങളോ ഉണ്ടാകാത്ത രീതിയിൽ വാഹനങ്ങളുടെ പാർക്കിംഗ്, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളുടെ ക്രമീകരണം, റോഡുകളിലെ ഗതാഗത നിയന്ത്രണങ്ങൾ എന്നിവ നിശ്ചയിക്കുന്നത് ഈ ഒരു ട്രാഫിക് സംരക്ഷണ സമിതിയാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുത്തുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? അപ്പൊ എന്താണ്? ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുത്തുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണെന്നാണ് വിശേഷിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവാണ് കേട്ടോ. 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവാണ്. അപ്പൊ മനുഷ്യക്കടത്ത്, മനുഷ്യക്കടത്ത് അഥവാ ഹ്യൂമൻ ട്രാഫിക് വരുന്നത് BNS-ലെ സെക്ഷൻ 143 ആണ് കേട്ടോ. BNS ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 143 മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഈ മനുഷ്യക്കടത്തുമായിട്ട് സെക്ഷൻ 143 കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് കുറ്റകൃത്യം ഒരാളെ കടത്തുവാണെങ്കിൽ കുറഞ്ഞ ശിക്ഷ 7 വർഷം വരെ കഠിന തടവും, പരമാവധി ശിക്ഷ 10 വർഷം വരെ തടവും അതോടൊപ്പം തന്നെ പിഴയും കിട്ടും. ഒരാളെ കടത്തുവാണെങ്കിൽ ഇനി ഒന്നിലധികം ആളുകളെ കടത്തുവാണെങ്കിൽ 10 വർഷം വരെ കഠിന തടവായിരിക്കും കുറഞ്ഞ ശിക്ഷ. അതോടൊപ്പം തന്നെ പരമാവധി ശിക്ഷ ജീവപര്യന്തം പ്ലസ് പിഴയാണ്. ഇനി ഒരു കുട്ടിയെ കടത്തലാണെങ്കിൽ 10 വർഷം വരെ കഠിന തടവ് കുറഞ്ഞ ശിക്ഷയും പരമാവധി ശിക്ഷ ജീവപര്യന്തം പ്ലസ് പിഴയാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ ഒന്നിലധികം കുട്ടികളെ കടത്തിയാൽ ഒന്നിലധികം കുട്ടികളെ കടത്തല് 14 വർഷം വരെ കഠിന തടവാണ് കുറഞ്ഞ ശിക്ഷ. 14 വർഷം വരെ കഠിന തടവാണ് കുറഞ്ഞ ശിക്ഷ. അതുപോലെ തന്നെ പരമാവധി ശിക്ഷ ജീവപര്യന്തം തടവ് പ്ലസ് പിഴയാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ഓപ്ഷൻ ചിലപ്പോൾ ഒരു കുട്ടിയെ കടത്തലാണെങ്കിൽ കുറഞ്ഞ ശിക്ഷ എത്രയാണ്? 10 വർഷം വരെ കഠിന തടവാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? ഒന്നിലധികം കുട്ടികളെയാണെങ്കിൽ കുറഞ്ഞ ശിക്ഷ 14 വർഷം വരെ തടവാണ്. പരമാവധി ശിക്ഷ ജീവപര്യന്തം തടവ് പ്ലസ് പിഴയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നിലധികം തവണ കുട്ടികളെ കടത്തിയതായി തെളിയിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെയോ പോലീസ് ഉദ്യോഗസ്ഥനെയോ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായാലോ ശിക്ഷ കഠിനമായ സ്വാഭാവിക ജീവപര്യന്തമായിരിക്കും. ശിഷ്ടകാലം മുഴുവൻ ജയിൽവാസമായി മാറുന്നതാണ് എന്നിവിടെ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. NDPS നിയമം ആർക്കെല്ലാം ബാധകമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. NDPS നിയമം ആർക്കെല്ലാം ബാധകമാണ്? ആൻസർ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ആർക്കൊക്കെ ബാധകമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവുമല്ലോ. ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും ബാധകമാണോ? അല്ല. ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ബാധകമാണോ?
യെസ്, അത് കറക്റ്റാണ്. ഇന്ത്യൻ പൗരന്മാർക്കാണ് ഈ ഒരു നിയമം ബാധകം. അതുപോലെ തന്നെ ലോകത്ത് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കപ്പലോ വിമാനത്തിനോ ബാധകമാണോ? അല്ല. പിന്നെ മുകളിൽ പറഞ്ഞവയൊന്നുമല്ല, അതും തെറ്റാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? നിയമം ഈ ഒരു ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബാധകമായിട്ടുള്ളത് ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും NDPS നിയമം ബാധകമാണ്. അപ്പൊ നമുക്ക് നോക്കാം. NDPS നിയമത്തിലെ സെക്ഷൻ 1(2) പ്രകാരം ഈ നിയമം ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അതുപോലെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലെ വിമാനങ്ങളിലുള്ള ഏതൊരു വ്യക്തിക്കും അവർ എവിടെയായിരുന്നാലും ബാധകമാണ് കേട്ടോ. അതോടെ നോട്ട് ചെയ്തോണേ. അപ്പം നമ്മുടെ NDPS എന്ന് പറഞ്ഞാൽ അറിയാലോ, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് ആണ് NDPS. അപ്പൊ NDPS നിയമത്തിലെ സെക്ഷൻ 1(2) പ്രകാരം ഈ നിയമം ബാധകമാവുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലോ വിമാനങ്ങളിലോ ഉള്ള ഏതൊരു വ്യക്തിക്കും അവരെവിടെയായിരുന്നാലും ഈ ഒരു നിയമം ബാധകമാണ്. ഇനി നമുക്ക് നോക്കാം. NDPS ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് 1985. അതായത് ലഹരി മരുന്നുകളും മനോരോഗമുണ്ടാക്കുന്നതുമായ പദാർത്ഥങ്ങൾ തടയുന്ന നിയമമാണ് NDPS ആക്ട്. ഈ NDPS ആക്ട് നിലവിൽ വന്നത് 1985 നവംബർ 14 1985 നവംബർ 14 NDPS ആക്ട് നിലവിൽ വന്നത്. ഈ ഒരു NDPS ആക്ട് ഈ നിയമം ഇന്ത്യയിലുടനീളം ബാധകമാണ്. NDPS ആക്ട് ഇന്ത്യയിലുടനീളം ബാധകമാണ്. ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇത് ബാധകം ആയിരിക്കും. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലെ വിമാനങ്ങളിലും ഉള്ള എല്ലാ വ്യക്തികൾക്കും അവർ ലോകത്ത് എവിടെയായിരുന്നാലും ഈ ഒരു നിയമം ബാധകമാണ്. ഇനി നമ്മുടെ ഈ ഒരു NDPS ആക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഈ NDPS ആക്ട് നിയമം ഇതുവരെ 4 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. 1988, 2001, 2014, 2021 എന്നീ വർഷങ്ങളിൽ NDPS ആക്ട് ഭേദഗതി ചെയ്തിട്ടുള്ളതാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നോട്ട് ചെയ്യണം. NDPS ആക്ട് ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? 1988, 2001, 2014, 2021. ഈ നിയമപ്രകാരം NDPS നിയമപ്രകാരം ലഹരി കടത്ത് തടയുന്നതിനായി 1986 നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിച്ചു. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 1985 നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് ആക്ടിലെ സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്ക് ബാധകം ആണ് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ A ആണ്. സെക്ഷൻ 19, 24, 27A എന്നീ കുറ്റകൃത്യങ്ങൾക്കാണ് വധശിക്ഷ ബാധകങ്ങളായിട്ട് വരുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. നമ്മുടെ NDPS ആക്ടിലെ സെക്ഷൻ 31A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NDPS ആക്ട് പ്രകാരം ഒരു വ്യക്തി മുൻപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും പിന്നീട് വീണ്ടും അതേ കുറ്റം ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വധശിക്ഷയോ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയോ നൽകാൻ ഈ സെക്ഷൻ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പൊ എന്താണ് NDPS ആക്ട് സെക്ഷൻ 31A എന്ന് പറയുന്നത്? ഒരു വ്യക്തി മുൻപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും പിന്നീട് വീണ്ടും അതേ കുറ്റം ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വധശിക്ഷയോ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയോ നൽകാൻ ഈ സെക്ഷൻ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ 31A പ്രകാരം ബാധകമാവുന്ന പ്രധാന സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിപ്പോവാം. ഒന്നാമത്തെ നമ്മൾ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഉള്ള കർഷകൻ കറുപ്പ് ദുരുപയോഗം ചെയ്യുകയോ കടത്തുകയോ ചെയ്യുന്നത്. സെക്ഷൻ 19 എന്താണ്? NDPS ആക്ടിലെ ലൈസൻസ് ഉള്ള കർഷകൻ കറുപ്പ് ദുരുപയോഗം ചെയ്യുകയോ കടത്തുകയോ ചെയ്യുന്നത്. ഇനി NDPS ആക്ടിലെ സെക്ഷൻ 24 എന്താണ്? അന്താരാഷ്ട്ര തലത്തിലുള്ള ലഹരിമരുന്ന് ഇടപാടുകൾ നിയമവിരുദ്ധമായി നടത്തുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ലഹരിമരുന്ന് ഇടപാടുകൾ നിയമവിരുദ്ധമായി നടത്തുന്നത് സെക്ഷൻ 24 ഇനി സെക്ഷൻ 27A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിമരുന്ന് കടത്തിന് പണം മുടക്കുന്നതും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതും കേട്ടോ. സെക്ഷൻ 27A എന്താണ്? ലഹരിമരുന്ന് കടത്തിന് പണം മുടക്കുന്നതും അതോടൊപ്പം തന്നെ കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതുമാണ്. അപ്പൊ ഈ സെക്ഷൻ 19 NDPS ആക്ട് സെക്ഷൻ 19, സെക്ഷൻ 24, സെക്ഷൻ 27 എന്നീ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 31A പറയുന്നത്. അങ്ങനെ ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വധശിക്ഷയോ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയോ നൽകാൻ ഈ ഒരു സെക്ഷൻ വ്യവസ്ഥ ചെയ്യുന്നു. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തന്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായി പരാതി. എ ചെയ്ത കുറ്റം എന്താണ്? അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? നമുക്കൊന്നുകൂടെ വായിക്കാം. ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബി
ആ മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. ആ പരാതി എന്താണ്? തന്റെ സെന്ററിൽ പഠിക്കുന്ന കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന്. മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ പരാതി. അങ്ങനെയാണെങ്കിൽ എ ചെയ്ത കുറ്റം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എ ചെയ്ത കുറ്റം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിനും അർഹനാണ് കേട്ടോ. അപ്പം നമുക്കറിയാം പോക്സോ ആക്ടിൽ തെറ്റായ പരാതി നൽകുവാണെങ്കിൽ പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരമാണ് തെറ്റായ പരാതി നൽകിയതിന് ശിക്ഷ ലഭിക്കുന്ന സെക്ഷൻ 22. ആ ശിക്ഷ എന്താണ്? തെറ്റായ പരാതി നൽകുവാണെങ്കിൽ 6 മാസം വരെ തടവിന് അർഹനാണ് എന്നുള്ളതാണ് ശിക്ഷയായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സെക്ഷൻ 22 പോക്സോ ആക്ട് സെക്ഷൻ 22 എന്താണ്? വ്യാജ പരാതി നൽകുന്നതിനോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നതിനോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 22. ഒരാളെ അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പണം തട്ടാനോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനോ വേണ്ടി മനഃപൂർവ്വം വ്യാജ പോക്സോ പരാതി നൽകുന്ന മുതിർന്ന വ്യക്തിക്ക് 6 മാസം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു വ്യാജ പോക്സോ പരാതി നൽകുന്ന മുതിർന്ന വ്യക്തിക്കാണ് 6 മാസം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിച്ചേക്കാവുന്നത് സെക്ഷൻ 22. എന്നാൽ സെക്ഷൻ 22 തന്നെ മറ്റൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആ കണ്ടീഷനാണ് ഒരു കുട്ടിയാണ്, അതായത് ചൈൽഡ്, ഒരു കുട്ടിയാണ് വ്യാജ പരാതി നൽകിയതെങ്കിൽ എന്താണ് ഈ സെക്ഷൻ പ്രകാരം കുട്ടിക്കെതിരെ യാതൊരുവിധ ശിക്ഷാ നടപടികളും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ 22(2) പറയുന്നത്. അപ്പോൾ പോക്സോ ആക്ട് സെക്ഷൻ 22(2) എന്താണ് പറയുന്നത്? ഒരു കുട്ടിയാണ് വ്യാജ പരാതി നൽകിയതെങ്കിൽ ഈ സെക്ഷൻ പ്രകാരം ആ കുട്ടിക്കെതിരെ യാതൊരുവിധ ശിക്ഷാ നടപടികളും സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 21 പോക്സോ ആക്ട് സെക്ഷൻ 21 കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് വിവരമുണ്ടായിട്ടും അത് അധികാരികളെ അറിയിക്കുന്നതിൽ പരാജയപ്പെടുന്നവർക്കും ഉള്ള ശിക്ഷയെക്കുറിച്ചാണ്. അങ്ങനെ അധികാരികളെ അറിയിക്കാൻ പരാജയപ്പെടുവാണെങ്കിൽ ശിക്ഷ 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. അതായത് ഒരു സ്ഥാപനത്തിന്റെയോ മീഡിയയുടെയോ ചുമതലയുള്ളവർക്കാണ് വീഴ്ച വരുത്തുന്നതെങ്കിൽ ശിക്ഷ 1 വർഷം വരെ ആകാം. ഇനി പോക്സോ ആക്ട് സെക്ഷൻ 23 എന്താണ്? മാധ്യമങ്ങൾ വഴിയോ അല്ലാതെയോ ഇരയായ കുട്ടികളുടെ പേര്, വിലാസം, ചിത്രം അല്ലെങ്കിൽ കുട്ടിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റു വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് തടയുന്നതിനുള്ള വ്യവസ്ഥയാണ് സെക്ഷൻ 23 പറഞ്ഞത്. ഇത് ലംഘിച്ചാൽ 6 മാസം മുതൽ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ്. അതുപോലെ തന്നെ പോക്സോ ആക്ടിലെ സെക്ഷൻ 24 സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. പോക്സോ ആക്ട് സെക്ഷൻ 24 എന്താണ്? കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ട രീതികളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ട രീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 24. സെക്ഷൻ 24 പറയുന്നത് കുട്ടിയുടെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ കുട്ടി ആഗ്രഹിക്കുന്ന സ്ഥലത്തോ വെച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആയിരിക്കണം മൊഴി രേഖപ്പെടുത്തേണ്ടതെന്ന് തുടങ്ങിയ സുപ്രധാന നിയമങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ പോവാം. പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോക്സോയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്തുവാൻ പാടില്ല എന്നതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 23(2) അനുസരിച്ച് കുട്ടിയുടെ ഉത്തമ താല്പര്യങ്ങൾ മുൻനിർത്തി രേഖാമൂലം കാരണം വ്യക്തമാക്കിക്കൊണ്ട് പ്രത്യേക കോടതിക്ക് മാത്രമേ കുട്ടിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അനുമതി നൽകാൻ സാധിക്കുകയുള്ളൂ. മാതാപിതാക്കളുടെയോ കുട്ടിയുടെയോ അനുമതിയോടെ പോലും മാധ്യമങ്ങൾക്ക് സ്വയം കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ നിയമപരമായി അവകാശമില്ല. അങ്ങനെ വെളിപ്പെടുത്തുവാണെങ്കിലുള്ള ശിക്ഷാ നടപടികളാണ് ഈ നിയമം ലംഘിച്ച് കുട്ടിയുടെ വിവരങ്ങൾ പുറത്തുവിടുന്ന മാധ്യമ പ്രവർത്തകർക്കോ സ്ഥാപനങ്ങൾക്കോ 6 മാസം മുതൽ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇനി IT ആക്ടിലെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം. നമുക്ക് റിലേറ്റഡ് ഫാക്ട് നോക്കാം. സെക്ഷൻ 66 എന്താണ്? സെക്ഷൻ 66 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് എന്നാണ് പറയുന്നത്. അതായത് സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന ഏതൊരു നിയമലംഘനവും ഒരു വ്യക്തി വഞ്ചനാപരമായി അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടെ ചെയ്താൽ അത് ക്രിമിനൽ കുറ്റകൃത്യമായി മാറുന്നു. ഇതിന് 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വരെ പിഴയോ
അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷയാണ് കേട്ടോ. അപ്പോൾ സെക്ഷൻ 66 ഇനി സെക്ഷൻ 43 എന്താണ്? കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് അനുവാദമില്ലാതെ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, പകർപ്പെടുക്കുക, വൈറസുകൾ കടത്തിവിടുക, കേടുപാടുകൾ വരുത്തുക എന്നിവയ്ക്കുള്ള സിവിൽ ബാധ്യതയെക്കുറിച്ചുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 43. സെക്ഷൻ 65 എന്താണ്? IT ആക്ടിലെ സെക്ഷൻ 65 എന്താണ്? കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകളിൽ വ്യാജത്തരം കാണിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം. അതായത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ് ഫെയിലിയർ ചെയ്യുന്നതാണ് സെക്ഷൻ 65. ഇനി സെക്ഷൻ 66C എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി മോഷണമാണ്, ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡിജിറ്റൽ പാസ്വേഡ് എന്നിവ അനുവാദമില്ലാതെ ഉപയോഗിക്കലാണ്. സെക്ഷൻ 66C ആണ് ഐഡന്റിറ്റി മോഷണം, ഐഡന്റിറ്റി തെഫ്റ്റ്. സെക്ഷൻ 66D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറോ മറ്റ് ആശയവിനിമയ ഉപാധികളോ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തുക കേട്ടോ. അപ്പൊ ആൾമാറാട്ടം നടത്തുക സെക്ഷൻ 66D ആണ്. ഇനി IT ആക്ട് സെക്ഷൻ 66E എന്ന് പറഞ്ഞ വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യലാണ് സെക്ഷൻ 66E എന്ന് പറയുന്നത്, വയലേഷൻ ഓഫ് പ്രൈവസി. സെക്ഷൻ 66F ആണ് സൈബർ ഭീകരവാദം അഥവാ സൈബർ ടെററിസം. ഈ സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ രാജ്യത്തിനെതിരെ ഇന്റർനെറ്റ് വഴിയും ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി പ്രവർത്തിക്കുമെന്നാണ് സൈബർ ടെററിസം വരുന്നത്. അപ്പൊ ഈ സൈബർ ഭീകരവാദത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സൈബർ ടെററിസം. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം, വിവര സാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ള മാച്ച് ദ ഫോളോവിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിന് ഉള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66A തന്നെയല്ലേ? അപ്പൊ ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ സെക്ഷൻ 66A ആണ്. ഇനി രണ്ടാമത്തേത്, ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഏതാണ്? ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ IT ആക്ട് സെക്ഷൻ 66C ആണ് വരുന്നത്. അത് അടുത്ത നോക്കാം. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാലുള്ള ശിക്ഷ. ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാലുള്ള ശിക്ഷ ഏതാണ്? സെക്ഷൻ 66D ആണ്. നമ്മൾ ആൾമാറാട്ടം കുറച്ച് മുമ്പേ പഠിച്ചാണ്. അതുപോലെ തന്നെ സ്വകാര്യത ലംഘിച്ചതിനുള്ള ശിക്ഷ, വയലേഷൻ ഓഫ് പ്രൈവസി. വയലേഷൻ ഓഫ് പ്രൈവസി ഏതാണ്? സെക്ഷൻ 66E ആണ് വയലേഷൻ ഓഫ് പ്രൈവസി. ഇതിന്റെ ആൻസർ ഓപ്ഷൻ C ആണ്. 1 1 2 4 3 2 4 3 എന്നുള്ളത് ഇത് കേട്ടോ. ഇനി വിവരാവകാശ നിയമത്തിലെ 2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കിയിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്താണ്? ഫസ്റ്റ് നോക്കാം. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് മുകളിൽ പറഞ്ഞവ ഒന്നും തന്നെ ശരിയായിട്ടുള്ളതല്ല എന്നാണ് ഇതിന്റെ ഒരു സെക്ഷൻ വരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 11 ആണ് മൂന്നാം കക്ഷി വിവരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന നിയമവശങ്ങൾ താഴെ പറയുന്നവയാണ്. അതായത് മൂന്നാം കക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് 10 ദിവസത്തെ നോട്ടീസ്. അതായത് ഒരു അപേക്ഷകൻ ആവശ്യപ്പെട്ട വിവരം ഏതെങ്കിലും മൂന്നാം കക്ഷിയുടേതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് 10 ദിവസത്തിനകം വിവരാവകാശ ഉദ്യോഗസ്ഥൻ ആ മൂന്നാം കക്ഷിക്ക് രേഖാമൂലം നോട്ടീസ് നൽകിയിരിക്കണം. മറുപടി നൽകാനുള്ള സമയപരിധി എത്രയാണ്? നോട്ടീസ് ലഭിച്ച തീയതി മുതൽ 11 ദിവസത്തിനുള്ളിൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനോ ആ വിവരം കൈമാറുന്നതിനെതിരെ ആക്ഷേപം ഉന്നയിക്കാനോ മൂന്നാം കക്ഷിക്ക് അവസരമുണ്ട്. ഇനി തീരുമാനമെടുക്കൽ. മൂന്നാം കക്ഷിയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് അപേക്ഷ ലഭിച്ച് 40 ദിവസത്തിനുള്ളിൽ വിവരം നൽകണമോ വേണ്ടയോ എന്ന് PIO തീരുമാനമെടുക്കണം. ഇനി അടുത്തൊരു കണ്ടീഷനാണ് അപ്പീൽ നൽകാനുള്ള അവകാശം. വിവരം നൽകാൻ PIO തീരുമാനിച്ചാൽ അതിനെതിരെ മൂന്നാം കക്ഷിക്ക് അപ്പീൽ നൽകാൻ നിയമപരമായി അവകാശമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാണിജ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ്. പൊതു താല്പര്യമാണ് വലുതെന്ന് ബോധ്യപ്പെട്ടാൽ വാണിജ്യ രഹസ്യങ്ങളോ മൂന്നാം കക്ഷിയുടെ വിവരങ്ങളോ നിയമപരമായി വെളിപ്പെടുത്താവുന്നതാണ് എന്നാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെ ആണ് എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. മൂന്നാം കക്ഷി വിവരങ്ങൾ ഉൾപ്പെടുമ്പോൾ അതുപോലെ തന്നെ സംസ്ഥാന കൈവശമുള്ള പൗരാവകാശങ്ങൾ അത് ലംഘിക്കുമ്പോൾ ഇതൊക്കെ എന്താണ് നിഷേധിക്കാൻ സാധ്യതയില്ലാത്തതാണ്. നിഷേധിക്കാൻ സാധ്യതയുള്ള ഇതാണ് സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ എന്നാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ C ആണ്. അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് റിലേറ്റഡ് നമുക്ക് നോക്കാം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 എന്ന് പറഞ്ഞ ഗ്രൗണ്ട്സ് ഫോർ റിജക്ഷൻ, അതായത് ഒരു പൊതു അധികാരിയുടെ കൈവശമുള്ള വിവരങ്ങൾ നൽകുന്നത് വഴി ഗവൺമെന്റ് അല്ലാത്ത ഒരു മൂന്നാം കക്ഷിയുടെ പകർപ്പവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ ആ വിവരം നിഷേധിക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അധികാരമുണ്ട്.
അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പകർപ്പവകാശം, ഗവൺമെന്റിന്റെ സ്വന്തം പകർപ്പവകാശമുള്ള വിവരങ്ങൾ ഈ വകുപ്പ് ഉപയോഗിച്ച് നിഷേധിക്കാൻ കഴിയില്ല. മൂന്നാം കക്ഷി വിവരങ്ങൾ, മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സെക്ഷൻ 11 പൂർണ്ണമായും നിഷേധിക്കാനുള്ളതല്ല. അതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് അവർക്ക് നോട്ടീസ് നൽകി ബോധ്യപ്പെട്ട ശേഷം പൊതു താൽപര്യം മുൻനിർത്തി വിവരങ്ങൾ കൈമാറാൻ വ്യവസ്ഥയുണ്ട്. എന്നാൽ സെക്ഷൻ 9 പ്രകാരം പകർപ്പവകാശ ലംഘനം ഉണ്ടായാൽ അപേക്ഷ നേരിട്ട് സ്വീകരിക്കാം. പക്ഷെ ഇതിനെ നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളാണ് ചോദിച്ചത്. അപ്പം എന്താണ്, സംസ്ഥാനമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലഭിക്കുമ്പോഴാണ് നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ വന്നത്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിന്ന് ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ഒരു CPO WCPOയുടെ PYQ റിവിഷൻ ക്ലാസ്. ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു ഹൈപ്പ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതിന് PYQ റിവിഷൻ്റെ 2ാമത്തെ ക്ലാസ്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുകയാണ്. ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.